ഹായ് ഫ്രണ്ട്സ്, നാടൻ അടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് നേരെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് പാവയ്ക്ക തീയലാണ്. അതിനായിട്ട് ഞാനൊരു പാവയ്ക്ക ഇതേപോലെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തിരുന്ന അരിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ പാവയ്ക്ക. പിന്നെ നമുക്ക് കറിവേപ്പില വേണം, ചുവന്നുള്ളി വേണം, ഒരു സവാള, ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഒരു ശകലം വാളൻപുളി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു തക്കാളി എടുത്തത്. ആവശ്യമുള്ളവർ ചേർത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഇത് ചുവന്ന മുളക്. അപ്പോൾ എരിവ് കുറവുള്ള പച്ചമുളക് എൻ്റെ അടുത്തിരിക്കുന്നത്, അത് കാരണമാണ് ഞാൻ ഈ എരിവുള്ള മുളക് എടുത്തേക്കുന്നത്. വെളുത്തുള്ളി, ഇതേപോലെ തേങ്ങാക്കൊത്ത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ തീയലിന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുക്കാം. ഇത് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങ വറക്കാം. തേങ്ങ ഒക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, തിരുമ്മിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഇനി ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ വറക്കാനുള്ള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഈ സമയം നമുക്ക് എടുത്തരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്കായ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായിട്ടിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ചുവന്നുള്ളി, അതുപോലെ തേങ്ങാക്കൊത്ത്, പാവയ്ക്കതെല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. പച്ചമുളക്, തക്കാളി മാത്രം ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴഞ്ഞ് വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ വാളൻപുളി ചേർക്കണമെന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേനും ഇതവിടെ നിന്ന് ആദ്യം കൂടെ തട്ടിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ പാവയ്ക്കായ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. കയ്പൊട്ടും വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കയ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശർക്കര ചേർത്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല, കാരണം എനിക്ക് ഈ കയ്പോട് കൊടുത്തതാണ് ഇഷ്ടം. അപ്പോൾ ഇത് ഒരുപാട് കയ്പുള്ള പാവയ്ക്ക അല്ല. ഇനി ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും കൂടി ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണേ. അപ്പം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ച് വെക്കാം. എന്നിട്ട് എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്നത് ഇറക്കി വെക്കാം. പാവയ്ക്ക തീയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലെയുള്ള പുതിയ പുതിയ വെറൈറ്റി വീഡിയോകളുമായിട്ട് നമുക്ക് നാളെ കാണാം.